അങ്ങയുടെ സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ 3 പേരാണ് ഇന്നലെ കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ പിടിയിലായിരിക്കുന്നത്. അവരാരും യൂത്ത് കോൺഗ്രസ് അംഗങ്ങളൊന്നുമല്ല. കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആണ് അറക്കപ്പള്ളി പഞ്ചായത്തിലെ അങ്ങനെ ഞാനല്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ പിന്നെ ബൂത്ത് പ്രസിഡന്റ് അങ്ങ് നിയമിച്ചാൽ എങ്ങനെ ശരിയാവുക? സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ്. അങ്ങനെ ഒരു പദവി ഉണ്ടോ? ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ പ്രചരിക്കുകയാണ്. എന്ത് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണോ? സതീശന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ആ വീട്ടിൽ അറക്കപ്പള്ളിയിലെ വീട്ടിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അയാൾ ഭാരവാഹി അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. അങ്ങ് പറഞ്ഞു അത് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ കോർഡിനേറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ 1000കണക്കിന് ചെറുപ്പക്കാർ എന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു. അവരൊക്കെ എന്റെ കോർഡിനേറ്റർമാരാകണ്ടേ? അങ്ങനെയല്ലല്ലോ. ആ ചെറുപ്പക്കാരനെ ഇപ്പൊ അറസ്റ്റ് ചെയ്താരാ? ആരെ അറസ്റ്റ് ചെയ്തേ? പിണറായി വിജയനല്ല, ഓപ്പറേഷൻ തൂഫാനല്ലേ പിടിച്ചത്. ആ സ്കീം തയ്യാറാക്കി ഇന്ന് സംസ്ഥാനത്തിനകത്ത് ലഹരിവേട്ട നടത്തുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ? അപ്പൊ പിന്നെ അതിൽ കൂടുതൽ ആശങ്കപ്പെടുന്നത് എന്തിനാ? ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഒരു ഭാഗത്ത് സംഘടിപ്പിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഇത്തരത്തിൽ അങ്ങനെ ആളുകൾ തന്നെ വീണ്ടും നിങ്ങളെ സംഘടനയിലുള്ളവർ തന്നെ പ്രതികളാകുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമില്ല. അല്ല, അതിനകത്തൊരു വൈരുദ്ധ്യമല്ല, അതിനകത്തൊരു സത്യസന്ധത ഉണ്ടെന്നാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത്. ഒരു മാധ്യമം ആ വാർത്ത കൊടുത്തപ്പോൾ അതിപ്പോ മെറ്റേന്ന് തെറ്റിദ്ധരിപ്പിച്ച് റിമൂവ് ചെയ്തിരിക്കുകയാണ് സർക്കാർ. ആ വാർത്ത യൂത്ത് കോൺഗ്രസിന്റെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ MDMA കാസർഗോഡ് ചന്ദേര പോലീസ്. അയാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സ്ഥാപിച്ചത്? സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിലുള്ള മെമ്പർഷിപ്പാണോ? അല്ലല്ല, അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിലുള്ള മെമ്പർഷിപ്പാണോ? 7 ലക്ഷം മെമ്പർഷിപ്പ് സംസ്ഥാനത്തിനകത്തുണ്ട്. ഈ 7 ലക്ഷം മെമ്പർഷിപ്പ് ഒക്കെ ഫേസ്ബുക്ക് നോക്കിയിട്ടാണോ വെരിഫൈ ചെയ്യുന്നത്? യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ല. ഞാൻ രാവിലെ പറഞ്ഞാണ്, ഞാൻ അങ്ങേക്ക് വ്യക്തമാക്കി പറയാം. അങ്ങനെ ചോദ്യമല്ല, എന്റെ മറുപടി അല്ലേ? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാണെന്ന് അറിവ് എന്നെ സംബന്ധിച്ചില്ല. നിലവിൽ ബൂത്ത് കമ്മിറ്റി യൂത്ത് കോൺഗ്രസിന് ഇല്ല. അപ്പൊ അങ്ങ് പറഞ്ഞാൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആണ്. അങ്ങനെ ഒരു ഘടകമില്ല. അങ്ങനെ ഒരു ഘടകമില്ല. യൂത്ത് കോൺഗ്രസ് ഇലക്ഷനിൽ അങ്ങനെ ബൂത്ത് കമ്മിറ്റിക്ക് ഒരു തെരഞ്ഞെടുപ്പേ നടന്നിട്ടില്ല. ഞാനല്ലേ മത്സരിച്ച് വൈസ് പ്രസിഡന്റ് ആയ ആളുകൾ ഒരാളല്ലേ ഞാൻ. യൂത്ത് കോൺഗ്രസിന് അങ്ങ് ആരോപിച്ച പോലെ ഒരു ഘടകമില്ല. ഒന്ന്, അങ്ങനെ ഒരു ഘടകത്തിലേക്ക് ഇലക്ഷൻ നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഭാരവാഹിയുമല്ല. ഇനി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം, സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മാത്രമല്ല, സംസ്ഥാനത്ത് ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ക്യാമ്പയിനൊക്കെ നടത്തുന്നത് സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന് ഒരു പിടിയിടാൻ വേണ്ടിയിട്ടാണ്. ലഹരി മരുന്ന് വ്യാപനത്തിന്റെ ഭാഗമായോ ഉപയോഗത്തിന്റെ ഭാഗമായോ ഒരു 7 അയലകത്തെങ്കിലും പോലും ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെയോ കോൺഗ്രസ് പ്രവർത്തകന്റെയോ സാന്നിധ്യം ഉണ്ടായാൽ അവരെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, അവർ സംഘടനയ്ക്കകത്ത് ഉണ്ടാകില്ല. സാന്നിധ്യം ഉണ്ടായാൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്ന പോലെ അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഏർപ്പാടുണ്ടാവില്ല. ഡിവൈഎഫ്ഐ നേതാക്കന്മാർ സ്റ്റേഷനിലേക്ക് വിളിച്ച പോലെ ഞങ്ങൾ ഒരാളും സ്റ്റേഷനിലേക്ക് വിളിക്കും.